ഹായ്, ഞാൻ അമ്പിളി. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാചകമാണ് സെൽഫ് കെയർ എന്നുള്ളത്, അല്ലേ? അല്ലെങ്കിൽ സെൽഫ് ലവ് എന്നുള്ളത്. അപ്പം നമ്മൾ കാണുന്നതും കേൾക്കുന്ന റീൽസിലും കാര്യങ്ങളിലും ഒക്കെ കാണുന്നതും കേൾക്കുന്നതെന്ന് വെച്ചാൽ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നതോ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ അതുപോലെയുള്ളിടത്തൊക്കെ പോയി കുറച്ച് പൈസ മുടക്കി ചെയ്യുന്ന ചില പരിപാടികളാണ്. അങ്ങനെ നമ്മൾക്ക് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതാണ് ഈ സെൽഫ് ലവ് എന്നുള്ളതാണ്. നമുക്ക് ഏകദേശം കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് കയറി പറ്റുന്നത്. കാരണം നമ്മൾ റീൽസിലൂടെയാണെങ്കിലും യൂട്യൂബ് വീഡിയോസിലൂടെയാണെങ്കിലും കൂടുതൽ കാണുന്നത് അതിന് തന്നെയാണ്, ആ ഒരു രീതി തന്നെയാണ് നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത്. നമ്മുടെ മനസ്സിലേക്ക് കയറി പോകുന്നു അത് തന്നെയാണ്. പക്ഷേ ആക്ച്വലി ഇത് എന്ന് പറയുന്നത്, ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഇങ്ങനെ കാശ് മുടക്കി ചെയ്യുന്ന കാര്യങ്ങൾക്കോ അതിനോ വല്ലതും ആണോ? അതില്ല എന്ന് പറയുന്നില്ല. നമുക്കുള്ളത് വെച്ചിട്ട് ഇപ്പം നമ്മളുടെ കയ്യിലുണ്ട് എങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിലോ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എത്രയോ കാര്യങ്ങളുണ്ട്, ഇല്ലേ? നമ്മളെ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കുക. നമുക്ക് നമ്മളെ നമ്മൾ ഇപ്പം എല്ലാവർക്കും വേണ്ടിയും സ്ത്രീകൾ കൂടുതലും കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു ലോകത്തേക്ക് നമ്മൾ മാറുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ആവശ്യമാണ്? കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ നമ്മളവരെ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ട് തന്നെ, അവർക്കൊന്നും അറിയാൻ മേലാത്ത ആ പ്രായത്തിൽ അവരെ ഫുൾ സപ്പോർട്ടോടുകൂടി കൂടുതൽ സമയം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക തന്നെ വേണം. അത് കഴിഞ്ഞ് അവർ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പം അവർക്ക് അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഒക്കെ അവരെ ഏൽപ്പിച്ച് അവർക്ക് ചെയ്യുമ്പോൾ എന്താണ് പറയുന്നത്, പണ്ട് ഒരു പഴഞ്ചൊല്ല് പറയുന്ന പോലെ പ്ലാവിലെ എടുക്കാനായവനെ പ്ലാവിലെ എടുപ്പിക്കണം എന്ന് പറയുന്ന പോലെ തന്നെ, അത് കുട്ടിയായാലും നമ്മുടെ ഹസ്ബൻഡ് ആയാലും നമ്മുടെ ചുറ്റും നിൽക്കുന്ന മാതാപിതാക്കൾ ആരാണെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. അല്ലാതെ എല്ലാത്തിലും നമ്മൾ പോയി തലയിട്ട് എല്ലാം നമ്മൾ ചെയ്തു കൊടുത്തെന്ന് വെച്ച് അവരുടെ കൂടുതൽ ഇഷ്ടം കിട്ടുമെന്നോ, ചെയ്തില്ല എന്ന് വെച്ചുകൊണ്ട് അവർ നമ്മളിൽ നിന്ന് അകന്നു പോവുക, അങ്ങനെ ഒരു പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അവർക്ക് നമ്മളെ മനസ്സിലാകണം, ഇതാണ് നമുക്ക് പറ്റുന്നത്. അല്ലാതെ എല്ലാ കാര്യങ്ങളും ഒരു മെഷീൻ പോലെ ചെയ്തിട്ട് അവസാനം നമുക്ക് പറ്റാതെ വന്നു കഴിയുമ്പോൾ നമ്മൾ പരിഭവിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ പ്രയാസപ്പെട്ടിട്ടോ യാതൊരു കാര്യവുമില്ല. ഇതൊന്നും ഒരിക്കലും ആരും പരിഗണിക്കാനും പോകുന്നില്ല, ചെയ്യാനും പോകുന്നില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ഈ സിനിമകളിലോ അല്ലെങ്കിൽ പണ്ടത്തെ ഇതിലോ ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇതുപോലെയൊക്കെ കാണിക്കുന്നത്. അല്ലാതെ നമ്മുടെ സ്നേഹം കൊണ്ടാണ്. ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് നമുക്ക് ശരിക്കും അറിയാവുന്ന കാര്യം. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ പോലും പണ്ടത്തെ പോലെ നമ്മുടെ ഓരോ ജീവിത കാര്യങ്ങളിൽ ഇടപെടാമെന്നാലുള്ള നമ്മുടെ ബുദ്ധിമുട്ട് നമുക്കറിയാമല്ലോ, ഇല്ലേ? അത് എല്ലാം നമുക്ക് അങ്ങനെ അവരോട് സ്നേഹമില്ലാഞ്ഞിട്ടോ ഇഷ്ടമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കുക, ഇതുപോലെയാണ് ഓരോ പേഴ്സണും എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്കും കൂടെ, നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ഇഷ്ടങ്ങൾക്കും ഒക്കെ ഒരു സമയം കണ്ടെത്തുക. അത് ചെയ്യാനായിട്ട് നമുക്ക് നമ്മളെ കുറച്ചും കൂടെ നമ്മളുണ്ടെങ്കിലേ ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ, നമ്മൾ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും കൂടി ഇരുന്നെങ്കിലേ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ, അല്ലേ? അല്ലാതെ നമുക്ക് ഒരു ഒന്നുമില്ലാതെ നമുക്കൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്കായിട്ട് കൊടുക്കുക. നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റ് ഉണ്ട്, നമുക്ക് തന്നെ ഒരു വില നമ്മൾ കൊടുക്കുക. അല്ലാതെ എന്ത് പറയുന്നതും കേൾക്കുന്നതും ആർക്കും എന്തും പറയാനും പറ്റുന്നതും ചെയ്യുന്നതും, അല്ലെങ്കിൽ ആർക്കും എപ്പോഴും കയറാവുന്ന, ഈ ചാഞ്ഞ് കിടക്കുന്ന മരത്തിൽ എളുപ്പം ചടി കയറാം എന്ന് പറയുന്ന പോലെ, അങ്ങനെ ആർക്കും വന്ന് കയറി പോവാവുന്ന ഒരു ഇടമാകാതെ എവിടെ ആരാണെങ്കിലും, നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും നമ്മുടെ പാർട്ട്നേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും ഒരു പരിധി എവിടം വരെ നമ്മളോട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു തട അല്ലെങ്കിൽ ആ ഒരു എന്താണ് ബാരിക്കേഡ് നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ സ്വയം നമ്മളെക്കുറിച്ച് വിചാരിച്ച് നമ്മളുടെ കാര്യങ്ങൾക്കായിട്ടും നമ്മുടെ ഇഷ്ടങ്ങൾക്കായിട്ടും, അത് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും, നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ട് എങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ഇല്ല എങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ റീൽസിലും കാര്യങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്, അല്ലേ? കുക്കിംഗ് വരെയായിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയ കഴിവുകൾ പോലും എങ്ങനെ ഫോക്കസ് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസുകൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേത് നമുക്ക് പറ്റും എന്നതിനെക്കുറിച്ച് ഒന്ന് സ്വയം ചിന്തിക്കാം. നമ്മളെന്നും അപ്ഗ്രേഡ് ആവുന്നതിനെക്കുറിച്ച് നമ്മൾ ഈ കുറച്ച് റീൽസ് കാണുക, കരയുക, അല്ലെങ്കിൽ അതൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടുക, നമ്മുടെ ലോകം ഇതായി പോയി എന്ന് പരിതപിക്കാതെ നമ്മൾ സ്വയം ഏറ്റെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമ്മൾ സ്വയം മനസ്സിലാക്കി നമ്മൾ സ്വയം മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സത്യം സ്വയം തിരിച്ചറിയുക. അല്ലാതെ ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ വന്ന് പറഞ്ഞാലും എന്തൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ഇതൊന്നും നമ്മൾ ചെയ്യുന്നത്
അതിന് പകരമായില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണമെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് നമുക്ക് എങ്ങനെ പോവാം, നല്ല രീതിയിൽ പോകാം. ഇപ്പോൾ പൈസ ഫിനാൻസ് പരമായിട്ട് നമ്മൾ ഓക്കെയാണ്, നമുക്ക് വേറെ കുഴപ്പമില്ലെങ്കിൽ ഓക്കെ. ഇല്ല, നമുക്ക് ഒരു കുറച്ച് ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇന്നത്തെ ലോകത്ത് അത് ചെയ്യാനായി യാതൊരു പ്രയാസങ്ങളും കാര്യങ്ങളുമില്ല. പക്ഷെ അത് എങ്ങനെ എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കണം. ഇത്രയും പ്രായമായ നമുക്ക് എന്ത് പറ്റും എന്ത് പറ്റില്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് നമ്മളിലേക്ക് തന്നെ നോക്കാത്തത് കൊണ്ട് തന്നെയാണ് അത് നമുക്ക് അറിയാൻ സാധിക്കാത്തത്. ദയവ് ചെയ്ത് നിങ്ങൾ സ്വയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും. മറ്റുള്ളവരത് അവരെ കുട്ടികൾ അതില്ലല്ലോ, മറ്റേ നമ്മുടെ പാർട്ട്നേഴ്സ് അത് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവരെ വിശകലനം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റില്ലേ? അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്ത് സ്വയം നമ്മളിലേക്കൊന്ന് ചിന്തിച്ച് നമ്മൾക്ക് എന്ത് വേണം എന്നുള്ളത് സ്വയം ആലോചിച്ച് അത് ചെയ്യുന്നതാണ് യഥാർത്ഥ ഒരു സെൽഫ് ലവ്. അല്ലാതെ ഒരുപാട് നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു മൈക ലോകത്തെ ആ ഒരു ഇതിനെ മാത്രമല്ല സെൽഫ് ലവ് എന്ന് പറയുന്നത്. നമ്മളൊരു കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു ടീനേജിലായിരുന്നപ്പോൾ നമുക്ക് എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നമ്മളത് മാറ്റിയത്, ഇനി നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് പ്രോപ്പറായിട്ട് എല്ലാത്തിനും ഒരു സമയം കണ്ടെത്തുക. വേണ്ട കാര്യങ്ങൾ വേണ്ട നേരത്ത് വേണ്ടതുപോലെ മാത്രം ചെയ്യുക. അല്ലാതെ അതിൽ കൂടുതൽ വാരിക്കോരി കൊടുത്തത് കൊണ്ട് നമുക്ക് കൂടുതൽ കിട്ടുമെന്നോ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും കുറഞ്ഞു പോകുമെന്നോ എന്ന് കരുതാതെ നമുക്ക് സ്വയം ഒരു വില കൽപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾക്കും നമ്മുടെ ചുറ്റും നിൽക്കുന്നവർക്കും നമ്മളോടൊരു നല്ല ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും നമുക്കുണ്ടാവും. നല്ലൊരു നമുക്ക് തന്നെ നമ്മുടെ റിഫ്ലക്ഷൻ മറ്റുള്ളവരിലേക്ക് നല്ല രീതിയിൽ കൊടുക്കാനായിട്ട് സാധിക്കും. സോ എല്ലാവരും ഈ രീതിയിൽ നല്ല രീതിയിൽ അവനവനെ ഒന്ന് സ്നേഹിക്കാനും ചെയ്യാനുമായിട്ട് തയ്യാറാവുക. അല്ലാതെ സെൽഫ് ലവ് എന്ന പേരിൽ നമ്മൾ സ്വയം കരയുകയല്ല വേണ്ടത്. നമ്മുടെ കരുത്ത് നമ്മൾ സ്വയം കണ്ടെത്തുകയാണ് വേണ്ടത്.